ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഇ കൊമേഴ്സ് ജയന്റ് ആയിട്ടുള്ള ആമസോൺ നേരിട്ട് തരുന്ന ഒരു ജോബാണ്. അത് സിമ്പിൾ ആയിട്ടുള്ള ഡാറ്റ എൻട്രി ജോബാണ്. ഡാറ്റ എൻട്രി ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ ഹിസ്റ്ററീസ് വരുന്ന ഡാറ്റാസും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, എക്സൽ ഷീറ്റിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ സിമ്പിൾ ആയിട്ടുള്ള അനലറ്റിക്കൽ സ്കില്ല് ഉപയോഗിച്ച് ചെയ്യേണ്ട കുറച്ച് വർക്ക്, പിന്നെ ടീം കോർഡിനേഷനിൽ ചെയ്യേണ്ട കുറച്ച് വർക്ക്, അങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. പിന്നെ നമ്മൾ സാലറിനെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ അറൌണ്ട് 30,000 ആണ് നമുക്ക് മന്ത്ലി സാലറി ഇതിൽ നിന്ന് കിട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ജോബിനെ പറ്റിയുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽ ഞാൻ തരാം. പിന്നെ നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെറുതെ ഇൻവെസ്റ്റ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല, നമുക്ക് ഫ്രീ ടു ജോയിൻ ആണ്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് +2 പാസ് ആണെങ്കിൽ നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഡിഗ്രിയോ കാര്യങ്ങളോ ഒന്നും അവർ സ്പെസിഫൈ ചെയ്തിട്ടില്ല. നമ്മൾ സ്പെസിഫൈ ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത്തരത്തിലാണ് ഈ ജോബും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം ജോബിന്റെ റിയൽ റോൾ എന്താ വെച്ചാൽ, അതായത് നമ്മൾ ആമസോൺ സപ്പോർട്ട് ടീമിലാണ് വർക്ക് ചെയ്യുന്നത്. സപ്പോർട്ട് ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് ഫ്രോഡ് കാര്യങ്ങൾ എന്ത് ചെയ്യണം ആമസോണിൽ നടക്കുന്നുണ്ട്. ആക്ച്വലി നമ്മളിവിടെ വർക്ക് ചെയ്യുന്നത് പറഞ്ഞാൽ ആമസോണിൽ ഒരു പോലീസ് ആയിട്ടാണ്, സീക്രട്ട് പോലീസ് ആയിട്ടാണ് നമ്മളിത് വർക്ക് ചെയ്യുന്നത്. അതായത് ആമസോണിൽ നമുക്ക് പത്രങ്ങളിലൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്, ആമസോണിൽ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് പ്രൊഡക്റ്റ് ഇല്ല എന്ന് ക്ലെയിം ചെയ്തിട്ട് അവരെന്ത് ചെയ്യും, പൈസ റിട്ടേൺ വാങ്ങും. ആക്ച്വലി അവർ തന്നെ ആ പ്രൊഡക്റ്റ് എടുത്ത് മാറ്റി കാണും. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ട്രാൻസാക്ഷൻ, അതായത് അത്തരത്തിലുള്ള ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ, അതായത് ഇപ്പം ഒരാൾ അങ്ങനെ ട്രാൻസാക്ഷൻ നടത്തി, അയാളിപ്പം ലക്കിന് അയാൾക്ക് എന്ത് ചെയ്തു, പൈസ തിരിച്ചു കിട്ടി, പ്രൊഡക്റ്റ് അയാൾ എടുത്ത് മാറ്റി വെച്ചിരുന്നു. ഓക്കെ, പിന്നെ അയാൾ ആ ഫ്രോഡും കാര്യങ്ങളൊക്കെ വീണ്ടും മൾട്ടിപ്പിൾ ടൈംസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ആക്ഷൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ സെല്ലറിന് എന്ത് ചെയ്യും, അത് ആമസോണിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പിന്നെ അത്ര ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ആമസോൺ ഇത്രയും ടീംസിന് എന്ത് ചെയ്യും, റിക്രൂട്ട് ചെയ്തിട്ടുണ്ടാവും. അതായത് ഇത്രയും ഫ്രോഡ് ട്രാൻസാക്ഷൻ കുറെ പ്രാവശ്യം നടന്നു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു അക്കൗണ്ടിൽ ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷൻ കുറെ പ്രാവശ്യം നടന്നു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, സസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ ഡാറ്റാസും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് അത് നമ്മൾ നോക്കിയിട്ട് എന്ത് ചെയ്യണം, റിപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അതാണ് നമ്മൾ ആക്ച്വലി ഇതിൽ ജോബ് വരുന്നത്. പിന്നെ നമ്മൾ നടക്കുന്ന ഫ്രോഡും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ആമസോണിൽ ചില സമയത്തൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. അതായത് ഇപ്പം നമ്മളെ ആദ്യമായിട്ട് അക്കൗണ്ടിലേക്ക് വരുമ്പോൾ നമുക്ക് 500 രൂപീസ്ക്ക് ഫ്രീ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കുറച്ച് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ ആമസോൺ വെക്കാറുണ്ട്. അപ്പൊ ചിലവർ എന്ത് ചെയ്യും, അത് മിസ്യൂസ് ചെയ്യും. എങ്ങനെ, മൾട്ടിപ്പിൾ ആയിട്ടുള്ള അക്കൗണ്ട് എടുക്കുക, ഒരുപാട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഇപ്പം 500 രൂപയ്ക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നുണ്ട് വിചാരിച്ചു. അപ്പൊ അവൻ എന്ത് ചെയ്യും, 100 അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും. 100 അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 50,000 രൂപ കിട്ടും. ഓക്കെ, അപ്പൊ അത്തരത്തിൽ എന്ത് ചെയ്യും, ഫ്രോഡ് കളിക്കുന്ന കുറെ ചങ്ങാതിമാരുണ്ട്. ഓക്കെ, അപ്പൊ അവരൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവര് ഇത്തരത്തിലുള്ള ടീംസിനൊക്കെ റിക്രൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത്തരത്തിലാണ് നമ്മളെ ജോബും കാര്യങ്ങളൊക്കെ വരുന്നത്. സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ജോബ്സും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ജോബ് നമുക്ക് അസസ്മെന്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഹയർ ആയി കഴിഞ്ഞാൽ തന്നെ ഇപ്പൊ നിങ്ങൾക്ക് ലാപ്ടോപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ ആമസോണിന്റെ ടീം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും. അതിൽ നിങ്ങൾക്ക് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങാവുന്നതാണ്. ഓക്കെ, അപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ജോബ് അപ്ഡേറ്റ് ആണ്. അപ്പം എത്രയും പെട്ടെന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പം അതാണ് ജോബിനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പം ജോബിനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ, പിന്നെ എങ്ങനെ നമുക്ക് അപ്ലിക്കേഷൻ പ്രൊസീജിയർ എങ്ങനെ ചെയ്യാം, എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം, അനലൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ അതിന് മുന്നേ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോളൂ. കാരണം ഇത്തരത്തിലുള്ള ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പൊ ഗൈസ്, ബയർ അബ്യൂസ് ടീം എന്നാണ് നമ്മുടെ ജോബ് പോസ്റ്റ് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിൽ നോക്കി കഴിഞ്ഞാൽ ജോബ് ഹൈലൈറ്റ് നോക്കി കഴിഞ്ഞാൽ പ്ലീസ് നോട്ട്, അതായത് കുറച്ച് കാര്യങ്ങൾ അവർ മുന്നേ തന്നെ പറയുന്നുണ്ട്. അതായത് വർക്ക് ഫ്രം ഹോം ജോബാണ്. പിന്നെ നമ്മൾ ഏതൊക്കെ സ്റ്റേറ്റിലായിരിക്കണം റിസൈഡ് ചെയ്യേണ്ടത്, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, മഹാരാഷ്ട്ര, ഡൽഹി, ഉത്തർപ്രദേശ്, അങ്ങനെ കുറച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ കേരളയും ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഉള്ളവർക്കൊക്കെ എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ജോബ് മാച്ച് സ്കോർ, പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതായത് എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും ഇല്ല, 0 to 5 years എന്നൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് 100 വാക്കൻസീസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ 3.25 to 4.25 lakh per annum ആണ് നമുക്ക് ഇതൊന്ന് ഏൺ ചെയ്യാനൊക്കെ കഴിയുക. ഓക്കെ, ഇനി നമുക്ക് ജോബ് ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ നോക്കി നോക്കാം. അതായത് ജോബ് ഡിസ്ക്രിപ്ഷൻ പറഞ്ഞിട്ട് ഇവർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ദ ട്രാൻസാക്ഷൻ റിസ്ക് ഇൻവെസ്റ്റിഗേറ്റർ പൊസിഷൻ റിലൈസ് ഓൺ എക്സലന്റ് ജഡ്ജ്മെന്റ് ടു പ്ലാൻ ആൻഡ് അക്കംപ്ലിഷ് ഗോൾസ് ആൻഡ് വിൽ വർക്ക് അണ്ടർ ലിമിറ്റഡ് സൂപ്പർവിഷൻ ഓഫ് ദ മാനേജർ. ഓക്കെ, എക്സലന്റ് ഇൻഡിവിജ്വൽ പ്രോബ്ലം സോൾവിംഗ് ആൻഡ് അനലറ്റിക് സ്കിൽ ആർ യൂസ്ഡ്. ഓക്കെ, അപ്പൊ നമുക്ക് പ്രോബ്ലം സോൾവിംഗ് സ്കില്ല് പിന്നെ അനലറ്റിക്കൽ സ്കില്ലൊക്കെയാണ് വേണ്ടത്. ബേസിക് ആയിട്ടുള്ള ഒരാൾക്ക് വേണ്ട സ്കില്ലും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിൽ വേണ്ടത്. ഓക്കെ, പിന്നെ ക്വാളിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. എക്സലന്റ് റിട്ടേൺ, അതായത് നമുക്ക് ഇംഗ്ലീഷിലുള്ള സ്കില്ല് വേണം, ഇംഗ്ലീഷ് പറയാനും സംസാരിക്കാനൊക്കെ നല്ലതായിട്ടുള്ള സ്കില്ല്. ഈ ഒരു ജോബിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആമസോണിലുള്ള മറ്റ് ഡിപ്പാർട്ട്മെന്റിനായിട്ട് എന്ത് ചെയ്യണം, കോൺടാക്ട് ചെയ്യണം. അതായത് കസ്റ്റമർ കെയർ സപ്പോർട്ട് ടീമിനായിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യേണ്ടി വരും. പിന്നെ നമുക്ക് ആ പ്രൊഡക്റ്റ് കൊടുത്തിട്ടുള്ള ട്രാൻസ്പോർട്ടറുമായിട്ടുള്ള കോൺടാക്ട് വേണ്ടി വരും. അങ്ങനെ ഒരുപാട് ആൾക്കാരെ കോൺടാക്ട് ചെയ്താൽ നമുക്ക് ഒരു ട്രാൻസാക്ഷൻ നടത്തിയതിന്റെ ആ ഒരു കാര്യങ്ങളൊക്കെ പിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇമ്പോർട്ടന്റ് ആണ്, അത് നിങ്ങൾ ഉണ്ടോ നോക്കുക. പിന്നെ നമുക്ക് ബേസിക് ആയിട്ട് വരുന്ന എക്സലന്റ് പ്രോബ്ലം സോൾവിംഗ് സ്കിൽ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ മതി. ഓക്കെ, പിന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊന്നും അവർ എടുത്തു പറയുന്നൊന്നുമില്ല. ഓക്കെ,
പിന്നെ പ്രിഫേർഡ് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഉണ്ടായാൽ നന്ന് എന്നുള്ള നിലയ്ക്ക് കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ നമുക്കിവിടെ അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് 2 ദിവസം ലീവ് കാര്യങ്ങളൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ അത്രയ്ക്ക് കാര്യങ്ങൾ നമുക്ക് ജോബിനെ പറ്റിയിട്ട് വരുന്നുള്ളൂ. പിന്നെ നമുക്ക് ജോബിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ അടിയിൽ അപ്ലൈ ഓൺ കമ്പനി സൈറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ഡയറക്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തുടങ്ങി അവിടെ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് അതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അപ്ലൈ ഓൺ കമ്പനി സൈറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് പ്രൊസീഡ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇനി ആമസോണിന്റെ വെബ്സൈറ്റിലേക്ക് പോയിട്ടുണ്ടാവും. അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ ലോഡിംഗ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അപ്ലൈ ഓൺ കമ്പനി സൈറ്റിന് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഇന്റർഫേസും കാര്യങ്ങളൊക്കെ വരും. ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുള്ളത് പറഞ്ഞാൽ കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെയാണ്. അതായത് ഫോട്ടോനെ പറ്റിയില്ല, നമ്മൾ ഫോട്ടോ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യണം. അതായത് ഇവിടെ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്, പിന്നെ കറക്റ്റ് ആയിട്ട് നിങ്ങൾ മുഖം വിസിബിൾ ആയിരുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അപ്ലിക്കേഷൻ ചെയ്യാനുള്ള രജിസ്ട്രേഷൻ ഫോം വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഹൗ ഡിഡ് യു ഫൈൻഡ് ദ ജോബ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അത് ഇമ്പോർട്ടൻ്റ് അല്ല, നമുക്കിപ്പം നൗക്കരി എന്നാണ് കിട്ടിയില്ല, അങ്ങനെ അത് കൊടുക്കാം. പിന്നെ പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഫുൾ നെയിം കൊടുക്കുക, ഇമെയിൽ ID കൊടുക്കുക, മൊബൈൽ നമ്പർ കൊടുക്കുക, ആൾട്ടർനേറ്റ് മൊബൈൽ നമ്പർ കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, ജെൻഡർ ഏതാ വെച്ചാൽ അത് കൊടുക്കുക, സിറ്റിസൺഷിപ്പ് അത് കൊടുക്കുക. നമുക്ക് ഇന്ത്യ, ഓക്കെ, ഇന്ത്യ അവൈലബിൾ ആണ്, ഇന്ത്യ എന്ന് കൊടുക്കുക. പിന്നെ നമുക്ക് വോളണ്ടറി സെൽഫ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഡിസബിലിറ്റി ഉണ്ടോ ഇല്ലേ അത് നിങ്ങൾ കൊടുക്കുക. പിന്നെ അഡ്രസ്സ് കാര്യങ്ങൾ കൊടുക്കുക. പിന്നെ ഹയസ്റ്റ് എഡ്യൂക്കേഷൻ പ്രൊഫൈൽ ഏതാച്ചാൽ അത് കൊടുക്കുക, ഹയസ്റ്റ് ഡിഗ്രി, അത് പാസ് ചെയ്ത ഇയർ, എഡ്യൂക്കേഷൻ ടൈപ്പ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എക്സ്പീരിയൻസ് ഡീറ്റെയിൽ ചോദിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യുക. ഓക്കെ, പിന്നെ ആർ യു വർക്കിംഗ് കറന്റ്ലി ചോദിച്ചിട്ടുണ്ട്, നോട്ടീസ് പീരീഡ് ചോദിച്ചിട്ടുണ്ട്, പിന്നെ കറണ്ട് എംപ്ലോയർ ഓർ ലാസ്റ്റ് എംപ്ലോയർ, കറണ്ട് മന്ത്ലി സാലറി കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, കറന്റ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തത് അതർ ഡീറ്റെയിൽസിൽ വെച്ചിട്ട് ഡു യു ഹാവ് എനി ആക്റ്റീവ് ഓർ കറണ്ട് ബാക്ക്ലോഗ്സ്. ഓക്കെ, ആർ യു വില്ലിംഗ് ടു വർക്ക് ഓവർ ടൈം ആസ് പെർ ബിസിനസ് റിക്വയർമെന്റ്. പിന്നെ ആർ യു വില്ലിംഗ് ടു വർക്ക് ഇൻ റൊട്ടേഷണൽ ഷിഫ്റ്റ് ആൻഡ് വീക്കെൻഡ് ഓഫ് ഇഫ് ദർ ഈസ് എനി ബിസിനസ് റിക്വയർമെന്റ്. അതൊക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കുക. കാരണം അവർ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് വീക്കെൻഡിൽ 2 ദിവസം ലീവ് തരുന്നുണ്ട്. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ അനലൈസ് ചെയ്തിട്ട് ഓരോ കാര്യങ്ങളും എന്ത് ഓരോ ഓപ്ഷൻസ് സെലക്ട് ചെയ്യുക. പിന്നെ ആർ യു വില്ലിംഗ് ടു റീലൊക്കേറ്റ് ടു ദ ലൊക്കേഷൻ മെൻഷൻഡ് ഇൻ ദ റെസ്പെക്റ്റീവ് ജോബ് ഡിസ്ക്രിപ്ഷൻ ചോദിച്ചിട്ടുണ്ട്. അതായത് ഏതെങ്കിലും സ്ഥലത്തേക്ക് നിങ്ങൾ മാറാൻ പറ്റുമോ എന്നുള്ള കൺസേണും കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. അത് നിങ്ങൾക്ക് അവിടെ കൊടുക്കാവുന്നതാണ്. പിന്നെ ആർ യു വില്ലിംഗ് ടു ബി ദ ജോബ് ദാറ്റ് മേ റിക്വയർ ഇന്ററാക്റ്റീവ് വിത്ത് കസ്റ്റമർ വയ ടെലിഫോൺ ഓർ ഇമെയിൽ. അതായത് ടെലികോളിംഗ് ജോബ്, അതായത് ഇതിന്റെ കൂടെ നമുക്ക് വേറൊരു വർക്ക് മാതിരി ചെയ്യാൻ പറ്റുമോ എന്നാണ് അവർ ചോദിക്കുന്നത്. അതായത് ടെലികോളിംഗ് ജോബ് നമുക്ക് കസ്റ്റമർ ഇന്ററാക്ഷൻ കൂടി നടത്താൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. അത് നിങ്ങൾ കൊടുക്കുക. പിന്നെ നോളജ് ഇൻ MS Excel ഉണ്ടോ ഇല്ല എന്നാണ് അവർ ചോദിച്ചിട്ടുള്ളത്. അത് നിങ്ങൾ കൊടുക്കുക. കാരണം MS Excel എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. നമുക്കറിയാം കമ്പ്യൂട്ടറിലൊക്കെ എക്സൽ ഷീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അതിനെ കുറിച്ചുള്ള ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, നിങ്ങൾ മാക്സിമം S കൊടുക്കാൻ നോക്കുക. ഓക്കെ, അതിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ കമ്പ്യൂട്ടറിൽ പോയി എക്സലിൽ കുറച്ച് സമയം ഇരുന്നാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഐഡിയാസും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. പിന്നെ പാൻ കാർഡ് നമ്പർ, പിന്നെ ഡു യു ഹാവ് ആധാർ കാർഡ്, അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. പിന്നെ ഹാവ് യു എവർ ബി എംപ്ലോയിഡ് അറ്റ് ആമസോൺ ഉണ്ടോ ഇല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ കൊടുക്കുക. പിന്നെ ആർ യു കറന്റ്ലി വർക്കിംഗ് വിത്ത് ആമസോൺ, അതായത് നമ്മൾ കറന്റ് ആയിട്ട് ഇപ്പോൾ ആമസോണിലാണ് വർക്ക് ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ട്. ആണെങ്കിൽ ആണ്, അല്ലെങ്കിൽ അല്ല കൊടുക്കുക. പിന്നെ റെസ്യൂമി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാവുന്ന നമ്മൾ ക്യാൻവ എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. ആ ആപ്പിൽ പോയിട്ട് നിങ്ങൾക്ക് കുറേ അധികം ടെംപ്ലേറ്റ്സ് കിട്ടും. ആ ടെംപ്ലേറ്റ്സിൽ നിങ്ങളെ പേര്, നിങ്ങൾ ഐഡന്റിറ്റി, അതായത് നിങ്ങളെ ഫോട്ടോ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാനിപ്പുലേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഒരു റെസ്യൂമി ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, അത് നിങ്ങൾ എന്ത് ചെയ്യാം, ഇവിടെ കൊണ്ടുപോയി അപ്ലോഡ് ചെയ്യുക. പിന്നെ നിങ്ങളെ ഫോട്ടോ, നേരത്തെ പറഞ്ഞ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ടുള്ളൊരു ഫോട്ടോ നിങ്ങൾ ഇവിടെ അപ്ലോഡ് ചെയ്യുക. ചെക്ക് ബോക്സും കാര്യങ്ങളൊക്കെ ടിക്ക് കൊടുത്തിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ വരുന്നത്. ഈ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അവർ കോൺടാക്ട് ചെയ്യും. ഓക്കെ, കോൺടാക്ട് ചെയ്തിട്ട് അവർ ഫർദർ ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഗൈസ്, ഇത്രയൊക്കെയാണ് ഈ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയെ പറ്റി എനിക്ക് പറയാനുള്ളത്. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. കാരണം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിക്കുള്ള ഇൻകം പൊട്ടൻഷ്യലും കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ കാരണം നിങ്ങൾക്ക് നല്ല രീതിക്കുള്ള ഒരു റെപ്യൂട്ടഡ് കമ്പനിയിലായിരിക്കും നിങ്ങൾ ജോയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് ഏർണിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതിന് നല്ല അടിപൊളി വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇനി വരുന്നതായിരിക്കും. അപ്പൊ അതുവരെയും ഇറ്റ്സ് മീ നവനീത് സൈനിങ് ഓഫ്.